ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിനുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. എന്നാൽ നമുക്ക് നമ്മുടെ ഫിനുമോളുടെ ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞു വീഡിയോ കാണട്ടെന്ന്. അങ്ങനത്തെ ചായയും കടി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫിനുമോൾക്ക് മദ്രസയ്ക്ക് പോകാൻ ടൈമായിട്ടാണ്. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ കുപ്പായൊക്കെ ഇടട്ടെ നമുക്കത് അതിട്ടുകൊണ്ട് കിടന്നതായിരുന്നു കേട്ടോ. കുപ്പായൊക്കെ കുട്ടി കുപ്പായേക്കണം ഞാൻ. എന്നാൽ പിന്നെ അവൾ ഓർക്കിൻ്റെ ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും പോന്നിട്ട് അടുക്കളയിലോട്ട്. പിന്നെ അതെ കണ്ണും തിരുമ്പി എണീറ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇക്കാൻ്റെ ചായയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇക്ക ആദ്യം തന്നെ ഇക്കാൻ്റെ വകയുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അത് കൊടുത്തുകൊണ്ട് പിന്നെ ഇക്ക ആ സ്പോട്ടിൽ തന്നെ പണിക്ക് പോയിട്ടാ. പിന്നെ അതെ അവൾ ബ്രഷ് ചെയ്യാണ്. അപ്പോൾ പിന്നെ മുടി ആകെ കേടുവന്നിരുന്നു കേട്ടോ. കിടക്കുമ്പോൾ നല്ലപോലെ മുടഞ്ഞ് കിട്ടും. പിന്നെ എണീക്കുമ്പോഴേക്ക് അത് ആകെ കേട് വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതൊന്ന് ഞാൻ ആദ്യം റെഡിയാക്കി എടുത്തു കേട്ടോ. എന്നാൽ പിന്നെ അവൾ ബ്രഷും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ബ്രഷ് ചെയ്യുമ്പോഴും പിന്നെ പർദ്ദ ഇടുമ്പോഴൊക്കെ ആൾ ചോദിക്കുന്നത് ഇപ്പച്ചി കൊടുത്ത സമ്മാനം തുറക്കട്ടെ എന്നാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ ഷിബിലിമോൻ മദ്രസയിൽ പോയതിൽ അവൻ തിരിച്ചു വരട്ടെ എന്നിട്ട് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. ആൾ വീണ്ടും അതിൽമൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിയിട്ട് എടുത്തു വെച്ചിട്ടോ വന്നതിൻ്റെ ശേഷം നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ അവളിനെ ആക്കി കൊടുക്കുകയാണേ. പിന്നെ അത് എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കത് നമ്മൾ ഫിനുമോൾ മദ്രസ ഇട്ട് എത്തിയിട്ടോ. കാക്ക പോയി ഓൻ കളിക്കാൻ പോയിട്ടാ. ഒപ്പം വരുമോ? ആ ഗിഫ്റ്റ് പൊട്ടിക്ക ചായ കുടിക്ക്. ഇല്ല ഗിഫ്റ്റൊക്കെ ഇപ്പൊ പൊട്ടിക്കട്ടാ. ഗിഫ്റ്റ് എന്താന്ന് കാണാനിട്ട് സമാധാനം ഇല്ല. ഗിഫ്റ്റ് ടേബിൾ മതാ കണ്ടാ പൊട്ടിച്ചോക്കല്ലോ. ഈ കാക്ക വന്നിട്ട് ചായ അടിക്കുന്നിട്ട് നമുക്ക് പൊളിച്ചോക്കാം. അങ്ങനെ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പച്ചി തന്ന ഗിഫ്റ്റേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അവൾക്കത് പൊട്ടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മദ്രസ വിട്ട് വന്ന പാടില്ല. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിക്കാം. അപ്പോഴേക്കും ഷിബിലിമോനെ ഗിഫ്റ്റൊക്കെ റെഡിയാക്കിയത് കൊണ്ടുവന്ന് വെച്ചിട്ടോ. എന്നിട്ട് അവളുടെ കണ്ണും പൊത്തിയിട്ട് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അവളുടെ വിചാരം ആ ഒറ്റ ഗിഫ്റ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആക്കിയൊന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. അതെല്ലാം കൂടി കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടോ. അവളിങ്ങനെ ഇടയ്ക്കിടയെ ചോദിക്കാറായിരുന്നു കേട്ടോ. എപ്പോഴും അമ്മച്ചി എൻ്റെ ബർത്ത്ഡേ എത്ര മാസം ഉണ്ട്, ഇനി എത്ര ദിവസം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. എപ്പോഴും എങ്ങനെയായാലും ആ ദിവസം വന്നെത്തിയിട്ടോ. അങ്ങനെ ഞാനും ഷിബിലിമോനും കൂടി അവൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ വകയുണ്ട്, പിന്നെ ഷിബിലിമോൻ്റെ വകയുണ്ട്, പിന്നെ ഉപ്പാൻ്റെ വക കേട്ടോ. പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു ബർത്ത്ഡേ കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പാൻ്റെ വകയാണ് കേട്ടോ ഇതിലുള്ളത്. ഇതിൽ നിസ്കാരക്കുപ്പായം തെസ്ബിയാണ് കേട്ടോ. എപ്പോഴും അവൾ പറയും അവൾക്ക് വെള്ള നിസ്കാരക്കുപ്പായം വേണം, നിങ്ങൾ അങ്ങനത്തെ വേണമെന്ന് പറയട്ടെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഏതായാലും വാങ്ങി കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേക്ക് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവൾ ഷിബിലിമോൻ്റെ പണിയാണ് കേട്ടോ. ഇടയ്ക്ക് ഓരോരോ ഉടായ്പ ഒപ്പിക്കുന്നതാണ് കേട്ടോ. അതിലൊടുക്കുക ആ മാലിട്ട് കൊടുക്കുക, അവൾ ഊരി വെക്കും, അവന് വീണ്ടും ഇട്ട് കൊടുക്കും. അവൻ്റെ പണിയാണ് കേട്ടോ അത്. അങ്ങനത്തെ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല കുഴപ്പമില്ല കേട്ടോ, നല്ല പാകം തന്നെയാണ്. നിസ്കാരക്കുപ്പായം വാങ്ങിയതൊന്നും അവൾ അറിയില്ല കേട്ടോ. കാരണം ഇക്ക പുറത്ത് പോയപ്പോൾ വാങ്ങിയതായിരുന്നു. ഇക്ക വന്ന സമയത്ത് അവൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. ആൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നിസ്കാരക്കുപ്പായം കിട്ടിയപ്പോൾ. അങ്ങനത്തെ ഷിബിലിമോൻ അവൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊളിക്കാനുള്ള ഏർപ്പാടിലാണ് അവർ രണ്ടുപേരും കൂടി. അങ്ങനത്തെ അതിൽ പേന, പെൻസിൽ, ഡബ്ബർ, അതുപോലെ ബലൂണ്, മൈലാഞ്ചി ട്യൂബ് ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ അവൾക്ക് അവന് ഗിഫ്റ്റ് കൊടുത്തത്. അടുത്തത് ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിരുന്നു കേട്ടോ. അത് പൊളിക്കാനുള്ള ഏർപ്പാടിലാണ് അവർ രണ്ടുപേരും കൂടി. ഇതൊന്നും വാങ്ങിയതൊന്നും അവൾ അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയും ചുമയും തൊണ്ടവേദനയും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാനും ഷിബിലിമോനും കൂടി ഡോക്ടറെ അടുത്തൊക്കെ പോയതായിരുന്നു. അവളെ ആ സമയത്ത് കൊണ്ടുപോയില്ല കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. എന്നിട്ട് അവൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അതിലൊരു കൂട്ടം ഡ്രസ്സും പിന്നെ പെൻസിലും അതുപോലെ തന്നെ ഒരു വാച്ചുമാണ് കേട്ടോ കൊടുത്തത്. ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അവൾ സമ്മതിക്കണില്ല കേട്ടോ. അവൾക്ക് നിസ്കാരക്കുപ്പായം തന്നെ മതിയിട്ട് അവൾ അത് ഊരാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ നിസ്കാരക്കുപ്പായം തന്നെ കുറച്ച് നേരം ഇട്ടോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ വാച്ച് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഞമ്മക്കൊരു ഷിബിലിമോൻ കേട്ടോ. എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓരോരോ തമാശ പറഞ്ഞാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനത്തെ അവൻ്റെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യുകയാണേ. ഇതിൽ പിന്നെ അവൻ്റെ വകയായിട്ട് ഒരു കൂട്ടം ഡ്രസ്സ് ഉണ്ട് കേട്ടോ, വീട്ടിലിടാൻ പറ്റിയ. അതുപോലെ തന്നെ ലേസ്, അതുപോലെ 2 വള, ചെറിയൊരു വാച്ച്, പിന്നെ മുടിമെടുത്ത്, പിന്നെ അതുപോലെ തന്നെ ഒരു പാക്ക് മിഠായി ഇതൊക്കെയാണ് കേട്ടോ. കേക്കൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മിഠായി മതി എന്ന് വിചാരിച്ചു.
എന്തെങ്കിലുമൊക്കെ ഒന്ന് മതിയല്ലോ, അവരുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചുട്ടാ. അങ്ങനത്തെ പിന്നെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തപ്പോൾ അവൾക്ക് നല്ലോണം സന്തോഷമായിട്ടാണ്. ഞാൻ ഈ ഡ്രസ്സും തന്നെ അവൾക്കൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ അതിനൊന്നും സമ്മതിക്കണില്ല കേട്ടോ. അവൾക്ക് ആ ഒരു നിസ്കാരക്കുപ്പായം തന്നെ ഇട്ട് നിന്നാൽ മതി എന്നാട്ടോ അവൾ പറയുന്നത്. അങ്ങനത്തെ ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ ഷിബിലി മോനും അവളും കൂടി. ഇന്നലെയാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ. ഇന്നലെ മെയ് 9 ആയിരുന്നില്ലേ, മെയ് 9 അവളുടെ ബർത്ത്ഡേ. ഇന്നലെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. കാരണം എനിക്ക് പനി, തൊണ്ടവേദന, ജലദോഷം ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ വോയിസ് ഇടാനും അതിനൊന്നും പറ്റില്ല. അന്ന് ചെറിയൊരു കുറവ് കണ്ടപ്പോൾ ഞാനൊന്ന് വോയിസ് ഇടാമെന്ന് വെച്ചതാണ്. അങ്ങനെ നമ്മൾ ഷിബിലി മോളിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് വിളിച്ച് വരുത്തിയിട്ട് മിഠായി വേണമെങ്കിൽ വരിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ എല്ലാവരും വന്ന് മിഠായി വാങ്ങാം കേട്ടോ. ഷിബിലി മോന് പറയുന്നത് പോലെ തന്നെ ഒരു കുട്ടി ട്രെയിലുള്ള ആളുണ്ട് അല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലും വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നൊരു മൗലൂദ് ഓതിയാലോ എന്ന് തീരുമാനിച്ചു. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. سبحان الذي أتى في شهر ربيع الأول أمر به الهدى وأوجد نوره قبلا خلق الآية مما محمدا وقد سوى في آخر الزمان كما قدم والده ويده أتى الجمال الذي لم يجد أحدا ولي به أحدنا أمرا وفرق بلا هو الذي خلق به آدم عليه السلام وافتخر بقوله واستعاذ به نوره ونجى من الرعد وكان من سبيل المنافق بجسده ذلك آدم صار له بقاء محمدا وعمل في حمد به ملائكة السماء والدار ودخل عليها الأنبياء وهم يقولون لها إذا ولدت الشمس فلا هي الهدى فسميه محمدا قال الله عز وجل جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم قال يا النبي إنه قال صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. أنت تطلع بيننا في الكواكب كالبدور والأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتعي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتعي والحبيب العربي. أنت منجينا عدا من شفاعتك الصفا مع
ارتكبت على الخطا غير حسن وعتاب لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبتعي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتاب يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبتعي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتعي والحبيب العربي. അപ്പോൾ നമ്മൾ മൗലൂദ് ഓതലും അതുപോലെ തന്നെ ദുആ ചെയ്യുന്നതൊന്നും ഫുള്ള് വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവൾക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാ നമ്മുടെ ഫിനിമോളുടെ ബർത്ത്ഡേ റാഹത്തായി മൗലൂദൊക്കെ ഓതിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി ചെറിയ രീതിയിലായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.